വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ക്രിസ്തുവിന് മുമ്പ് പഴയ നിയമത്തിൽ രക്ഷ കൈവരുന്നത് വിശ്വാസത്താലാണ് എന്നൊരിക്കൽ കൂടി വിവരിക്കുന്ന വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രഹാത്തിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാത്തെ അറിയിച്ചിട്ടുണ്ട്. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹാത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുമിശിഹായെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എൻ്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി 3 ആണികളാൽ കുരിശിൽ രക്തം ചിന്തി മരിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ സഹോദരരും ഞങ്ങളുടെ മാതാപിതാക്കളും വഴി വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ. കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ. ആമേൻ.